ഗോപാലേട്ടൻ നല്ല കടുപ്പത്തിലുള്ള ചായ. നിനക്ക് ചായ തരാൻ എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. അതെന്താ? നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കും. അപ്പോഴേക്കും 2-3 ആൾക്കാര് വരും. 2 ചായക്ക് വെള്ളം ചൂടാക്കിയാലേ എനിക്ക് മുതലാവൂല. ഗോപാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എങ്ങനെ പറയണമെന്നാ പറയുന്നത്? എടോ, ഞാനൊരു സ്വകാര്യ ദുഃഖം പറഞ്ഞതേ ഉള്ളൂ. അതെ, നാളെ ഇഡലിക്കിടാൻ ഉഴുന്നുപരിപ്പ് തീർന്നു. മനുഷ്യന്റെ പരിപ്പിളയിരിക്കുമ്പോൾ അവളുടെ ഒരു ഉഴുന്നുപരിപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലട്ടാ. അതിന് നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ചൂടായതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. നിനക്ക് അറിഞ്ഞൂടെ, ആ കരിങ്കില്ലി പണിക്കാര് പോയ പിന്നെ ഒരു ഈച്ച എങ്ങാട് കേറിയിട്ടില്ലെന്ന്. പിന്നൊറ്റ സമാധാനേ ഉള്ളൂ, വാകേറിയ ദൈവം കുണ്ടംപൂരിയും പാലും വെള്ളവും തരാതിരിക്കില്ല. ഗോപാല, അറിഞ്ഞില്ലേ എന്ത്? നമ്മുടെ കാട്ടിപ്പറമ്പിൽ കുമാരൻ ആത്മഹത്യ ചെയ്തു. അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. ഇതേ ഇപ്പൊ കൊട്ടാനും പാടാനുള്ള നേരമല്ല. എന്തോ അറിഞ്ഞില്ലേ, നമ്മുടെ കുമാരൻ മരിച്ചു. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇളകിയിട്ടുണ്ടല്ലോ. കുട്ടപ്പാ, എങ്ങോട്ടാ എല്ലാരും കൂടെ ജാതി അയച്ച്? അതാ അണ്ണാമാധവന്റെ ശബ്ദമാണല്ലോ. അയാള് മരത്തേലുണ്ടോ? അതെ, അണ്ണായി. അണ്ണാനെ നീ അറിഞ്ഞാ നമ്മുടെ കാട്ടിലെ കുമാരൻ കൂട്ടിലെ വടിയിടാ? നമ്മുടെ കാട്ടിപ്പറമ്പ് കുമാരൻ വഴിയായി പോയെന്ന്. എന്ത്? നമ്മുടെ കുമാരനോ? നിക്ക്, ഞാനും വരുന്നു. ഇറങ്ങി വാ, ഇറങ്ങി വാ. കള്ളന്മാരെ കേടികളെ കമന്റടിക്കാരെ ബില്ലാളികളെ ജഗജില്ലികളെ ജാഗ്രത ജാഗ്രത. നിന്നെ കാണാനിരിക്കായിരുന്നു. ഒരു കാര്യം നിക്കില്ല കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചേട്ടന്റെ വീട്ടിൽ അടിച്ചു മാറ്റി സൈക്കിളല്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് പൊക്കിയതാ. നീ പോടാ, നീ ഒന്നും നന്നാവൂല. നിങ്ങൾ ഇവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിച്ചു വരണം. ആ മഴ ഇങ്ങി താടാ അണ്ണാനെ, നിന്നെ കൊണ്ട് എല്ലാം കൂടെ താങ്ങൂല. അതാ അണ്ണാനെ, ആ പുറകെ വരുന്ന മണിയനെ ഒന്ന് സൂക്ഷിക്കണം. അവന്റെ കാല് സദാസമയം ഉറയ്ക്കാത്തതാ. കുട്ടപ്പാ, നീ നിന്നെ നോക്കിയാ മതി, നിനക്ക് കണ്ണും പുല്ലും കാണാത്തതാ. കണ്ട, മഴ പോയപ്പോ അവന്റെ ബാലൻസും പോയി. ഞാനിത് വാങ്ങിച്ചില്ലായിരുന്നു, ഇപ്പൊ ഇത് നനഞ്ഞേനെ. നീന്തിക്കാറി വാടാ, കഴിയുന്നേ. ഞാനുണ്ട്. വീടെത്തി. ആരും എത്തിയിട്ടില്ലെന്നാ തോന്നണേ. സത്യം വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഞാനാണ് സഖാവ് ബാബു. കേൾക്കുന്നുണ്ടോ? സഖാവ് കൂടെ എത്തിയിട്ടുണ്ടല്ലേ? അല്ല, അപ്പൊ മാവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? തെക്കാലെ മൂവാണ്ടൻ അങ്ങോട്ട് വെട്ടിയാലോ? മാവിന്റെ കാര്യം തീരുമാനിക്കാനൊക്കെ ഇനിയും നേരമുണ്ട്. ആദ്യം ബോഡി ഇങ്ങോട്ട് എത്തട്ടെ. ഒരു നോക്ക് കാണാന്നും പറഞ്ഞോണ്ട് ഓടി എത്തിയതാ. അല്ല, ബോഡി എവിടെയാ കിടത്തിയിരിക്കണേ? ബോഡി എത്തിയില്ല. എപ്പോ എത്തും? അതിപ്പോ ബോഡി എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ കത്ത് വന്നു കേട്ടതോ? കത്തിലൊന്നും ഇല്ല, ആത്മഹത്യ. ആത്മഹത്യ? ഇന്ന് കുമാരൻ ആത്മഹത്യ ചെയ്തു. നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കാരണം ഓരോ ഇന്ത്യക്കാരനും എത്രയോ രൂപയ്ക്ക് കടക്കാരനാണ് സഖാക്കളെ. ഞാൻ ആരുടെയും കടക്കാരനൊന്നുമില്ല, ഞാൻ ഇന്ത്യക്കാരൻ. കേന്ദ്രം കടം വാങ്ങിച്ചാൽ ഞാൻ ഇതിനാ കൊടുക്കുന്നേ. ഞാൻ എപ്പോ കഴിച്ചാലും രൊക്കം കാശ് കൊടുക്കുന്നവനാ. ബോധമില്ലാത്ത മനുഷ്യരോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പൊ എന്താ പോംവഴി സഖാവ്? സഖാവ് തന്നെ പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പോകാതിരുന്നൂടെ? മേലെ വാര്യത്തെ അമ്മണിയമ്മ കിണറ്റിൽ ചാടിച്ചെത്തപ്പോ സഖാവല്ലേ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. പിന്നെന്താ? അത് വീട്ടുമുറ്റത്തെ കിണറ്റിലല്ലേ? ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആരെ കൊണ്ടാ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ? ആരാ ബെല്ലടിച്ചത്? ഞാനാ, ആ 1000 റുപ്പീസിന്റെ നോട്ട് തന്ന പാസഞ്ചർ. ഇനി എന്റെ ബാക്കി കാശ് തന്നിട്ട് വണ്ടി പോയാ മതി. തന്നോടാണ് ബെല്ലടിക്കാൻ പറഞ്ഞത്? അതിലൂടെ ഞാനും കിളിയൊക്കെ ഉണ്ട്. ഓ, ബെല്ലടിക്കുന്നത് റോക്കറ്റ് വിടുന്ന പണിയൊന്നുമല്ലല്ലോ. താൻ ബാക്കിതാ. 5 രൂപ ടിക്കറ്റിന് 1000ന്റെ നോട്ട് തന്നിട്ട് ചുമ്മാ വർത്താനം പറയാ. 5 രൂപ ടിക്കറ്റിന് 1000 രൂപയുടെ നോട്ട് തന്ന എന്നോട് 1 റുപ്യക്ക് പോലും വകയില്ലാത്തവനോടൊന്നും പോലെ പെരുമാറുക. ഇന്നാ തന്റെ 1000 രൂപ താനൊന്ന് ഇറങ്ങി തന്നാ മതി. അങ്ങനെ വഴിക്കുവാ.
ഞാനിത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടം 995 രൂപ. താനിത് തിരിച്ചു തന്നുകൊണ്ട് തനിക്ക് നഷ്ടം വെറും 5 രൂപ. തൽക്കാലം ഇങ്ങനെ ഒരാൾ ബസ്സിൽ കയറിയില്ലെന്നങ്ങ് സമാധാനിച്ചാ മതി. വരട്ടെ, തന്റെ 5 രൂപ ഞാൻ തിരിച്ചു പോകുമ്പോൾ തരാം. ആ റൈറ്റ്. എവിടുന്ന് വരുന്നടേ? കുറച്ച് കിഴക്കുന്ന 1000 രൂപക്കാരൻ. 1000 രൂപയുടെ നോട്ട് ആദ്യമായിട്ട് കണ്ടില്ലേ? അതുപോലെ ഞാൻ അതും പിടിച്ചോണ്ട് നടന്നോ, ചെലവാക്കണ്ട. ഇത് ഏത് സ്ഥലം? അതെ, അവിടെ എന്താ ഒരാൾക്കൂട്ടം? വല്ല കല്യാണമാണോ? നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ആരെങ്കിലും കരയോ? കരയും. കല്യാണ പെണ്ണ് കരയും. അത് കല്യാണ പെണ്ണ് മാത്രമല്ല കരയും. നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് എല്ലാരും ഓടിച്ചാ പോവാ? ആ, ഈ സദ്യ തീർന്നു പോകുന്നു ഭയന്നിട്ട് മിക്കവരും ഓടിയിട്ടാ പോകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓട്ടം അല്ല. ആരെങ്കിലും മരിച്ചാ? എന്നാ പിന്നെ അതാ ഉണ്ടായത്. കുമാരൻ മരിച്ചു. കുമാരൻ മരിച്ചോ? എപ്പോ? കുമാരനെ അറിയോ? അറിയില്ല. ഏത് കുമാരനാ? എന്നാ പിന്നെ നിങ്ങളെന്തിനാ ഞെട്ടിയത്? അല്ല, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടണമല്ലോ. അല്ല, ഞെട്ടാൻ നിങ്ങൾ ഈ നാട്ടുകാരനല്ലോ. അല്ല. എന്നാ ഞാൻ ഈ നാട്ടുകാരനാ. ഞങ്ങൾ ഞെട്ടിക്കോളാം. ഓ, ഈ നാടിന്റെ പ്രിയപ്പെട്ട കുമാരൻ വെറുതെ ഒന്നും മരിച്ചല്ല, ആത്മഹത്യ ചെയ്താ. അതും അജ്ഞാതനായിട്ട്. മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ അങ്ങോട്ട് വരണില്ലേ? ഞാൻ മരണോ? ആ, വരീന്ന്. നിങ്ങളെ പോലത്തെ ഒരാൾ നമ്മുടെ കൂടെ ഉള്ള നമുക്കൊരു വെയിറ്റ് അല്ലേ? ആണോ? ആ, ശരി. അല്ല, മൂപ്പർക്ക് ഈ അജ്ഞാതനായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? കടും ബാധ്യമൊക്കെ നമുക്കുണ്ട്. എന്നിട്ടും നമ്മളൊന്നും അജ്ഞാതരല്ലോ. അതെ. എന്താ പറയാ, ഓരോ യോഗം. എന്ത് രോഗോ? രോഗമല്ലടോ, യോഗം. ഞാൻ വിചാരിച്ചു രോഗം പിടിപെട്ടാണ് കുമാരൻ മരിച്ചതെന്ന്. കടങ്ങളൊക്കെ കുറെ വീട്ടിൽ കഴിഞ്ഞതാ. ആർക്കും 1-2 പേർക്കേ ബാക്കിയുള്ളൂ എന്ന് വെച്ച് ഇതാ ചെയ്യാ. ബോഡി എപ്പോഴാ എത്തുക എന്നുള്ള വിവരമല്ലോ ഉണ്ടോ മാഷെ? അതിന് എവിടെ വെച്ച സംഭവം നടന്നതെന്ന് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ലല്ലോ. എന്തൊക്കെയായാലും ഒന്നുകൂടെ ആലോചിക്കായിരുന്നു കുമാരന്. സത്യത്തിൽ എന്തായി കുമാരന് സംഭവിച്ചത്? അതെ, പ്രശ്നം എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത ആ പ്രശ്നം തീരൂലേ? പിന്നെ ഇല്ലേ? അത് ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്താൽ തീരുമാനമല്ല ഉണ്ടാവുന്നു, യുദ്ധമാണ്. അത് വാസ്തവാ. പക്ഷെ കുമാരന്റെ കാര്യത്തില് വായില് കൈയിട്ട കടിക്കാത്തവനാ. പോകുന്നതിന് മുമ്പ് കുമാരൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? വിഷം കഴിക്കുമെന്നോ, തൂങ്ങിച്ചാകുമെന്നോ, ഇനി അതുപോലെങ്കിൽ വല്ല തീവണ്ടിക്ക് തലവെക്കുമെന്നോ, അങ്ങനെ എന്തെങ്കിലും? ശ്ശോ, വണ്ടിക്ക് തലവെച്ചാ പിന്നെ ആ ശരീരം എന്തിനാ പറ്റുക? വണ്ടിക്ക് തലവെച്ചല്ല അങ്ങേര് ചത്തതെങ്കിൽ ആ ശരീരം കൊണ്ട് കാരണവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? ക്ഷമിക്കണം, നിങ്ങൾ ബന്ധുവാണോ ശത്രുവാണോ എന്നൊന്നും എനിക്കറിയില്ല. മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള പെരുമാറ്റച്ചട്ടമൊന്നും ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയിട്ടില്ല. പൗരന്റെ അറിയാനുള്ള അവകാശം പാസാക്കിയിട്ടുമുണ്ട്. എന്ന് വെച്ച് അത് ദുരുപയോഗപ്പെടുത്തരുത്. അല്ല, ഞാൻ പിന്നെ കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടാവരുതല്ലോ. മനസ്സിലായി. തൽക്കാലം നിഘണ്ടു തയ്യാറാക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതില്ല. അല്പം ഒന്ന് മാറി നിന്ന് കൊടുത്താൽ ഇപ്പൊ അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം. ചെന്നാട്ടോ. മോൻ പറഞ്ഞത് വളരെ നന്നായി. തൊള്ളയില് സ്വർണ്ണപ്പല്ല് ഉണ്ടെന്ന് വെച്ച് എന്തും ചോദിക്കാന്നാ. എന്താ ചെയ്യുക, അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ വിഷമം. ഇതിപ്പോ എവിടുന്ന അയച്ചത്? സീലും വ്യക്തമാവണില്ലല്ലോ. മാഷക്കും പിടികിട്ടുന്നില്ലല്ലേ? ഒരു പിടിയും കിട്ടുന്നില്ല. കുറെ കുടുംബകാര്യങ്ങളും കടങ്ങളെ പറ്റിയൊക്കെ ഉണ്ട്. പിന്നെ മരിക്കാൻ പോവുകയാണെന്നും. അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സൂചന, ആരുടെങ്കിലും പേരോ സ്ഥലത്തിന്റെ പേരോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിലേ ആ വഴിക്കൊന്നും നോക്കായിരുന്നു. എല്ലാം ഓരോരുത്തരുടെ വിധി, അല്ലടെന്താ പറയാ അല്ലേ? ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം. അതെ അതെ, മനുഷ്യന്മാരെ മാത്രല്ല, മരങ്ങളെ കാര്യം അങ്ങനെ തന്നെയാ. എപ്പോഴാ ആരെങ്കിലും വെട്ടിമുറിക്കാന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എത്ര എണ്ണത്തിനാ. മനുഷ്യന്മാരല്ല, മരാണ്. അപ്പൊ അണ്ണാൻ പറയുന്നത് നമ്മുടെ കുമാരനെ ആരോ വെട്ടിക്കൊന്നല്ലേ? എങ്കി ഇപ്പൊ തന്നെ പോയി ചോദിക്കണോ? അതല്ല, ഇയാള് വെറുതെ ചാകാൻ നടക്കുക. മാസ്റ്റർ കേട്ടില്ലേ ഇയാള് പറഞ്ഞത്? ഞാൻ ചുമ്മാ ചാവാൻ നടക്കണം. അല്ലാതെ പിന്നെ ബാബു എന്താ കണ്ടേക്കണേ? ശത്രുക്കളാണെങ്കിലും ബന്ധുക്കളായിട്ട് ചിലരൊക്കെ ഉണ്ടല്ലോ കുമാരനെ, അവരൊക്കെ ഒന്ന് വിവരറിയിക്കണ്ടേ? അത് വേണം. അതിനേക്കാൾ വലിയ പ്രശ്നം ബോഡി എവിടെയാണെന്ന് കണ്ടുപിടിക്കില്ല. അത് ശരിയാ. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചോ? ഓ, മറന്നു. സത്യം പറഞ്ഞ ഈ ടെൻഷന്റെ അടിയിലെ ഞാനത് മറന്നു. കൊടുക്കൈ എന്റെ കയ്യിലാ കുന്ത്രാട്ടമില്ലല്ലോ. ആ, ബാബുവിന്റെ കയ്യിലില്ലേ?
ഇതിന്റെ അകത്ത് കാശുണ്ടോന്ന് നോക്കട്ടെ. ഒരു മിസ്കാള് കൊടുത്താ മതി, അവര് തിരിച്ചു വിളിച്ചോളും. നമ്പർ അറിയാവോ? ഇല്ല. അത് മണിക്കറിയാം. നമ്പർ ഞാൻ തരാം. 22553333. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അത് അരമന ബാറോ? സോറി, നമ്പർ മാറിയത് ഞാൻ അറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലെ നമ്പർ മാറിയോ? സ്റ്റേഷനിലെ നമ്പറല്ല, എന്റെ കയ്യിൽ നിന്ന് നമ്പർ മാറിയെന്നാ ഞാൻ പറഞ്ഞത്. നമ്പർ ഇനിയും തരാം. 22333355. വെളിവില്ലാതെ പറയുന്നതാ. കറക്റ്റ് ആണോന്ന് ചോദിക്ക്. ചേട്ടന് ഞാൻ ഷേക്കാൻഡ് തന്നതാ. ആ ചേട്ടൻ തന്നെ എന്നെ കളിയാക്കി. സംസാരിച്ചു. ഞാനുമായിട്ട് യോജിച്ചു പോയില്ല. സംസാരിച്ചു. അല്ല പിന്നെ അയ്യോ വത്സല, എന്നെ കയറി പിടിച്ചാണ്. ഞാൻ ഒന്നും ചെയ്തില്ല. സ്വപ്നം കാണാനും സമ്മതിക്കില്ല. ഫോൺ വന്നു. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് തിന്നോടാ കഴിവറ മോനെ. നിന്റെ നാക്ക് താന്നു പോയാ തിന്നോന്നെ പറയാൻ. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. ഞാനേ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. ഹലോ, SI സാറല്ലേ? നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നേരത്തെ വിളിച്ച ആരടാ? അത് വേറൊരാളാ. അദ്ദേഹം പേടിച്ചുപോയി. പേടിക്കണം, പ്രത്യേകിച്ച് എന്നെ പോലൊരു പോലീസുകാരനെ പേടിച്ചേ പറ്റൂ. ആട്ടെ, എന്താ കാര്യം? സർ, ഒരാൾ ആത്മഹത്യ ചെയ്തു. നന്നായി. ചേട്ടറോ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അയാൾ ചെയ്തുള്ളൂ. ആട്ടെ, എന്താ കൊല്ലപ്പെട്ടവന്റെ പേര്? കൊല്ലപ്പെട്ടതല്ല സാർ, ആത്മഹത്യ ചെയ്താണ്. നീ എന്നെ പാപ്പിച്ചണ്ട കേട്ടാ. ഞാൻ ചോദിക്കണേന് ഇങ്ങോട്ട് മറുപടി പണഞ്ഞാ മതി. നീ ആ ചത്തോന്റെ പേര് പറ. പേര് കുമാരൻ. വീട്ടുപേര്? വീട്ടുപേര് എന്താ? കാട്ടിപ്പറമ്പിൽ. എവിടെയാ സ്ഥലം? സ്ഥലം പഞ്ചാരക്കര. അയ്യോ, ശരിയാണോ? പഞ്ചാരക്കര. താൻ ഫോൺ വെച്ചോ. SI സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഹലോ, ഫോൺ ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ആരാന്ന് മനസ്സിലായില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ആരാണെന്ന്? ഇല്ല. കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, പിന്നെങ്ങനാ പറഞ്ഞാ മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഇവിടെ എന്താ പ്രസക്തി? അതെ അതെ അതെ. തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അതാണല്ലോ പ്രധാനം. കാണുന്ന ഒരു കാര്യം ചെയ്യും, വരുന്നവർക്ക് ഇരിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ചെല്ലു. എന്നാലും ആരായിരിക്കും അയാള്? എനിക്കറിയാം. ആരാ? അയാൾ ആരോ ആണ്. ഗോപാലിന്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടതാ. എന്ന് സത്യമായിരിക്കും. വിവരം അറിഞ്ഞ ഉടനെ ഒരു വണ്ടിയും വിളിച്ചിങ്ങോട്ട് പോന്നല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയാം മനസ്സിലായിട്ടില്ല എന്ന്. ഞങ്ങളുടെ കുട്ടിയെ പ്രേമിച്ച് നാട് വിട്ട് പോന്നാണല്ലോ അവൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഞങ്ങൾ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ വഴിയില്ല. എന്നാലും ഞങ്ങളുടെ കുട്ടിക്കൊരു ദുഃഖം വന്നു എന്ന് പറഞ്ഞാല് ഇരിക്കപ്പുറത്ത് കിട്ടുമോ ഞങ്ങക്ക്? എന്തൊക്കെയായാലും ചോര തന്നെയല്ലേ. എന്റെ പെങ്ങടെ മോള സൗമിനി, ഞാൻ അമ്മാവൻ, എന്റെ പേര് കുഞ്ചു. സൗമിനി അകത്തുണ്ട്, അകത്തോട്ട് എന്നാട്ടെ. അല്ല, എന്താ ഇപ്പൊ ഉണ്ടായേ? കുമാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യേ? എന്തേ, കുമാരൻ ആത്മഹത്യ ചെയ്തൂടെ? ചെയ്യാം. എങ്ങനെ അറിഞ്ഞു നിങ്ങള്? കുമാരൻ ഇങ്ങോട്ടൊരു എഴുത്തയച്ചിരുന്നു. അതെങ്ങനെയാ? മരിക്കുന്നതിന് മുമ്പാണ് എഴുതിയത്. അത് പറ. അത്രേ ഉണ്ടായുള്ളൂ. അത് ശരി. ഹൗ സമാധാനായി. കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു മനസമാധാനക്കേടായിരുന്നേ. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശ്വാസം നേരെ വീഴേ? ശ്വാസം നിലച്ച കാര്യം അയാൾ പറഞ്ഞു. ഇതാരാ? അണ്ണാമാധവേ. കുമാരന്റെ ഫ്രണ്ടാ. എന്ത്? നല്ല പേര്. നിന്നോട് ഈ അമ്മായിക്ക് ഒരു വിരോധവും ഇല്ല. അന്ന് നീ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല മോളെ. നീ പ്രസവിച്ചെന്ന് അറിഞ്ഞപ്പോ അച്ചപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരാനായി ഞങ്ങൾ ഒരുങ്ങിയതാ. ഈ അമ്മായിയോട് ദേഷ്യയില്ലെന്ന് പറ മോളെ. ശരിയാവതി, നീ ഇങ്ങനെ കരയല്ലേ? നിനക്ക് പ്രഷറുള്ളതാ, എനിക്കാണെങ്കിൽ ഷുഗറും.
ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ നിന്നോട് കരയരുതെന്ന്. നിങ്ങൾക്കത് പറയാം. അമ്മായി ആണെങ്കിലും അമ്മയുടെ സ്ഥാനമായിരുന്നില്ലേ എനിക്ക്. എടി നീ വേണേ കരഞ്ഞോ, അവളെ കൂടി കരയിപ്പിക്കില്ലേ. എടി ഫോണോ പേടി. ഹലോ ഹലോ, എനിക്ക് അയ്യേ എന്താ ഇത്? മാമൻ പറയണമെന്ന് കേക്ക്. മരണമെന്ന് പറഞ്ഞാ ഇങ്ങനൊക്കെ തന്നെയാ. അത് ഏത് കോലത്തിൽ എപ്പോഴാ കയറി വരുമെന്ന് പറയാനൊക്കില്ല. ജനിക്കുമ്പോ തന്നെ മരിക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നവരാ നമ്മളൊക്കെ. കുമാരൻ ക്യൂ പാലിക്കാതെ ഓവർടേക്ക് ചെയ്തു, അത്ര തന്നെ. കനത്ത മഴ. ഇന്ത്യ ഇസ്രയേൽ കരാർ ഏപ്രിൽ തീരുമാനം. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തപ്പി നടക്കാതെ ആ കുമാരന്റെ അജ്ഞാതീരം വല്ലോടത്ത് പൊന്തിയാന്നൊന്ന് തപ്പി നോക്കടാ. ഗോപാല പറ്റിലെഴുതിക്കോ. ഇങ്ങനെ പറ്റിലെഴുതി എന്താ തന്റെ ഉദ്ദേശം? പെൻഷൻ കിട്ടിട്ടോ? ഓ അങ്ങനെ പെൻഷൻ കിട്ടിയാ പിന്നെ ഈ വഴിക്ക് കാണില്ലല്ലോ. ഇവന്റെ ഒക്കെ ഒരു യോഗം. ഇതൊക്കെ കാണുമ്പോ ചിലപ്പോ തോന്നും എന്റെ ഈ 2 കണ്ണും കുത്തിപ്പിടിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നാലോ ഒന്നും. കുമാറിന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാ ചേട്ടാ? എന്താ? മരിച്ച കുമാറിന്റെ വീട്ടിലേക്കുള്ള വഴി. അതെ, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പോസ്റ്റിന്റെ അപ്പുറത്തൂടെ ചെല്ലുമ്പോ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഇടതുവശത്തേക്ക് ഒരു തിരിവുണ്ട്. ആ തിരിവിന്റെ അവിടെ ചെന്ന് മനസ്സിലായില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഡോർ എവിടെ? കണ്ണ് കാണാൻ പറ്റാത്തവനോടാ വഴി ചോദിക്കുന്നത്. അവന് കണ്ണ് കാണില്ലെന്നുള്ള കാര്യം മൈൻഡ് ചെയ്യണ്ട. 2 കണ്ണുള്ളവരെക്കാൾ കറക്റ്റാ കാര്യങ്ങള്. വേണമെങ്കിൽ ഒരെണ്ണം കൂടുതലാണെന്ന് പറയാം. ധൈര്യമായിട്ട് കൂടെ കൂട്ടിക്കോ. അത് തന്നെയാ വഴി. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ കാറായതുകൊണ്ട് കേറാന്ന് വിചാരിച്ചു. ടൈലറേ, എടാ ടൈലറേ, തയ്ച്ച കുപ്പായത്തിന് വീണ്ടും അളവെടുക്കാൻ നിൽക്കല്ലേ. കേറി പോടിയാത്തേ. കുട്ടപ്പൻ കാറ് വാങ്ങി. നോക്കി നടക്കണം. പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പടി മരങ്ങളാ. വെട്ടിവിറ്റ നല്ല കാശാ. പക്ഷെ വെട്ടാൻ പറ്റൂല. എനിക്ക് തോന്നുന്നതേ ഇവർ സ്ഥലം വാങ്ങാൻ വന്നാണ്. മാഷേ, ഇത് കുമാരന്റെ ചേട്ടനും ഭാര്യയാ. ഈ തനിയൻ. ഇവിടെ 3-4 പടിയുണ്ട്, സൂക്ഷിക്കണം. 3-4 ദിവസം നമുക്ക് ഇവിടെ നിൽക്കാവുന്ന. പിന്നെ ഇപ്പൊ വീടല്ല നീ പറയുന്നത് പോലെ. ഇവരിവിടെ എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മനുഷ്യ. നിങ്ങൾ ആരെയും പേടിക്കുന്നേ? എനിക്കാരെയും പേടിയില്ല, നിന്നെ മാത്രമേ പേടിയുള്ളൂ. എന്നെ പേടിച്ചിട്ട് ചില ആൾക്കാർ തിരിഞ്ഞ് നടക്കാൻ നോക്കുക. ഇനി വന്നേ, മരിച്ചത് നിങ്ങളുടെ അനിയനല്ലേ? അവൻ പോയില്ലേ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് വിലയുള്ളത്? ഇനി അവളും അവളുടെ ആൾക്കാരും കൂടി അങ്ങോട്ട് കഴിയട്ടെ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബോധമില്ലാതെ? അവൻ പറയണ കേട്ടാ തോന്നും അവന്റെ അനിയനെ കൊന്ന് ഞങ്ങളൊക്കെ കൂടിയാണ്. എന്താ പറഞ്ഞത്? തന്നോട് ഞാനൊന്നും പറഞ്ഞിടോ. എന്റെ മരുമകളുടെ വീടായത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. മരുമകള് കണ്ണും കൈയും കാട്ടി ആ പാവം ചെറുക്കനെ മയക്കെടുത്തെന്ന് തത്തവനോട് പോയി ചോദിക്കണോ? ഒന്ന് പറ മോളെ, അമ്മ അവനോടെങ്കിലും ഒന്ന് നിർത്താൻ പറയൂ. വേഗം വിളിച്ചോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. തനിക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ലടോ. തന്നെ പക്ഷം ചേരാ ഇവിടെ ആരുമില്ല. ഉണ്ടായിരുന്നു ചത്തും പോയി. വിളിച്ചോണ്ട് പോടി നിന്റെ കെട്ടിയവനെ. എന്റെ കെട്ടിയന്റെ കൈ കൊണ്ട് ചാവിന്റെ നീ വിളിച്ചോണ്ട് പോടി. അയ്യോ, നിന്റെ കെട്ടിയവനെ കാണിച്ച് നീ എന്നെ പഠിപ്പിക്കല്ലേ? അത് നീ തന്നെ അങ്ങ് പേടിച്ചാ മതി. നിന്റെ കെട്ടിയവനാരടി? ഒരു അടി പിണക്കുന്നുണ്ടല്ലോ. ഒരു അടി കേട്ടിട്ട് കൊറേ കാലമായി. എന്തായതെന്ന് ഒരു മരിച്ച വീടാന്നുള്ള യാതൊരു ബോധവുമില്ലാതെ എന്താ മാഷേ? ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചതാ. അതെ, മരിച്ച മനുഷ്യന്റെ ശവം പോലും എത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടാകാം ഇതൊക്കെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ പിടിച്ചാ ഇങ്ങോട്ട്